നമ്മൾ സുവിശേഷം നമ്മൾ കേട്ടു, നമ്മളെ പറ്റി ചിന്തിക്കുകയാണ് സമയം. ഇവിടെ ഇന്നത്തെ സുവിശേഷത്തിൽ തോമസ് പറയുകയാണ് ഈശോയെ കണ്ടപ്പോൾ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഒരിക്കലും അത് പ്രതീക്ഷിച്ചില്ല. കാര്യം താൻ പറഞ്ഞു, ഈ ആൾപ്പെട്ടുകളെ ഞാൻ കാണണം, അവൻ്റെ മുറിവുകൾ ഞാൻ തൊടണം, എന്നാൽ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇതാ ഈശോ ഇവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുകയാണ്, അവൻ ആഗ്രഹിച്ചതുപോലെ പറയുകയാണ്, നിന്റെ വിരലിൻ്റെ അടുത്ത് കൊടുക്കുക, എൻ്റെ പാർശ്വത്തിൽ വിളിക്കും, അവിശ്വാസിയ വിശ്വാസി. അപ്പോഴാണ് ഇവിടെ തോമസ് പറയുക, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇവിടെ ഒരു യഹൂദൻ, തോമസ് യഹൂദനാണ്. എൻ്റെ കർത്താവേ എന്ന് വിളിക്കണമെങ്കിൽ എൻ്റെ യഹോവേ എന്നാണ് അവർ വിളിക്കുന്നത്. യഹോവ ആരായിരുന്നു നമുക്കറിയാം. ഇസ്രായേൽ ജനത്തിന് യഹോവ അവർക്ക് എല്ലാമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പലപ്പോഴും യഹോവ അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഇടിമിന്നലിലൂടെ, ഇടിമുഴക്കത്തിലൂടെ ഒക്കെയാണ്. അപ്പോൾ അവർക്ക് പേടിപ്പെടുത്തുന്ന ഒരു ചിത്രം യഹോവ നൽകുന്നുണ്ട്. അതുകൊണ്ട് മോശയോട് പറയുന്നുണ്ട്, നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ദൈവം ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങൾ ചത്തുപോകും എന്ന് പുറപ്പാട് പുസ്തകത്തിൽ ഒരു മോശയോട് പറയുന്നു. മോശയ്ക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് അഗ്നിയായിട്ടാണ്, അല്ലേ? ഉൾപ്പാടത്തിലെ അഗ്നിയായിട്ടാണ്. അപ്പം തന്നെ ഞാൻ പറഞ്ഞത്, അഗ്നിയായിട്ട് ഇടിമുഴക്കമായിട്ടാണ് ദൈവം പ്രത്യക്ഷപ്പെടുക പലപ്പോഴും. അത് മാത്രമല്ല, അത് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞത് ഭയങ്കര ശക്തിയായിട്ടാണ്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ ഞങ്ങൾ മോചിപ്പിച്ച ദൈവം, ഞങ്ങൾക്ക് മുമ്പിൽ ചെങ്കടൽ വിഭജിച്ച ദൈവം, ഞങ്ങൾ മരുഭൂമിയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാവാതെ വന്നപ്പോൾ മന്ന ഭക്ഷിച്ച ദൈവം, ഞങ്ങൾ കുടിക്കാൻ വെള്ളമില്ലാതെ വന്നപ്പോൾ അവിടെ പാറയിൽ നിന്ന് വെള്ളം നൽകിയ ദൈവം. കണ്ടോ, ഇത്തരത്തിലാണ് അവരുടെ ദൈവത്തിൻ്റെ അവരുടെ കാഴ്ചപ്പാട്. ഞങ്ങളുടെ ശത്രുക്കളെയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കൊന്നൊടുക്കിയ ദൈവവും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്. ഇതാണ് പഴയ നിയമത്തിലെ കാഴ്ചപ്പാട്. അപ്പോൾ ആ കർത്താവ്, അപ്പോൾ ആ ദൈവത്തെയാണ് യഹൂദന് യഹോവ എന്ന് വിളിക്കുക. പക്ഷെ യഹോവ എന്നുള്ള നാമം ഉച്ചരിക്കാറില്ല. ഈ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് അവർ യഹോവ എന്ന നാമം വെച്ചത്. അതിനുള്ള യോഗ്യത ഞങ്ങൾക്ക് ഇല്ല എന്നാണ് അവർ ചിന്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദോനായി എന്നുള്ളൊരു പദമാണ് അവർ ഹെബ്രായ ഭാഷയിൽ ഈ ദൈവത്തിനെ വിളിച്ചു. ഇവിടെ തോമസ് ലീഹ ഈശോയെ കാണുമ്പോൾ മനസ്സിലാക്കുകയാണ്, ആരാണ് ഈ യഹോവ തന്നെയാണ് ഈശോ. ഇത് മനസ്സിലാകുമ്പോൾ അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ ആവുന്നതിലപ്പുറമാണ് വികാരങ്ങളിനുള്ളിൽ. പഴയ നിയമത്തിൽ എങ്ങനെയൊക്കെ ഭീതിതമായിട്ട് പ്രവർത്തിച്ച ദൈവം ഇപ്പോൾ തൻ്റെ മുൻപിൽ ആ ദൈവീശോയെ കാണുമ്പോൾ കല്ലെഴുകിയ കാര്യങ്ങൾ തോമസ് മനസ്സിലേക്ക് വരും. തനിക്ക് വേണ്ടി പാടുകൾ സഹിച്ച് മരിച്ച ഈശോയുടെ ചിത്രം ഓർമ്മ വരികയാണ്. കണ്ടോ? അപ്പോഴാണ് ഈ യഹോവ തന്നെയാണല്ലോ ഈ ഈശോ എന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴാണ് അദ്ദേഹം അമ്പരപ്പോടും അത്ഭുതത്തോടും സന്തോഷത്തോടും വിസ്മയത്തോടും കൂടെ വിളിക്കുന്നത്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇവിടെ ചരിത്രത്തിൽ ദൈവം നടത്തിയ വലിയ ഇടപെടൽ നമ്മൾ കാണുന്നു. ഭീതിതനായ ആ ദൈവത്തിൽ നിന്ന് അവിടെ നിന്ന് സ്നേഹത്തിൻ്റെ ദൈവമായിട്ട് മാറുകയാണ്. വിധിപ്പെടുത്തുന്ന മനുഷ്യരുടെ ഉള്ളിനുള്ളിൽ അങ്ങനെ ഒരു ചിത്രമായിരുന്നു പഴയ നിയമത്തിൽ. പക്ഷേ ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് സ്നേഹമുള്ള അപ്പനായിട്ടാണ്, കാരുണ്യമുള്ള പിതാവായിട്ടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോ ദൈവത്തെ വെളിപ്പെടുന്നത് എങ്ങനെയാണ് നമുക്കറിയാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരോട് പറയുന്നു. ആരെ? ദൈവത്തെ. അപ്പോൾ ദൈവം ആപ്പയാണ്.
ഇതാണ് എന്നാണ് ഈശോ അവർ പറഞ്ഞത്. നല്ല അപ്പൻ്റെ കഥ അല്ലെങ്കിൽ ദൂർത്തപുത്രനെ ആശ്ലേഷിക്കുന്ന ആ അപ്പൻ്റെ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട് പാപികളോട് ദൈവം ക്രൂരതയല്ല കാണിക്കുന്നത്, അവിടെ നിന്ന് അവരെ കാത്തിരിക്കുന്നു, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് ദൈവം ഈശോ അവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ചിത്രം എന്താണ്? പുതിയ ദൈവത്തിലെ സ്നേഹത്തിൻ്റെ ചിത്രമാണ്. ഇന്നും ദൈവം പേടിപ്പെടുത്തുന്ന ആളാണ് എന്നുള്ള നിലയിലൊക്കെ പലരും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്, നമുക്കറിയാം. പക്ഷേ എപ്പോഴും ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ട കാര്യം അവൻ്റെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്, കാരുണ്യമുള്ള ദൈവമാണ്, വാത്സല്യമുള്ള ദൈവമാണ്, സ്നേഹത്തിൻ്റെ നിറകുളമാണ്. ഇതാണ് നമ്മൾ അത്യധികമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് അക്ഷരാർത്ഥത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. അവിടുന്ന് പറയുന്നു, എന്താണ് പറയുന്നത്? ദൈവസ്നേഹമാണ്. എന്താണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്? ദൈവം ഇത് നന്നായിട്ട് അനുഭവിച്ച് ആസ്വദിച്ച് അറിഞ്ഞുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ദൈവം സ്നേഹമാണ്. അപ്പോൾ നമ്മുടെ ഇടയിൽ എങ്ങനെയാണ് ഈ സ്നേഹമായ ദൈവം വസിക്കുന്നത്? നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ഈ ദൈവം നമ്മളിൽ വസിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മുടെ ഇടയിൽ വസിക്കുന്നു. അപ്പോൾ എന്താണ് സ്നേഹം? കുർദൂസിന്റെ ലേഖനത്തിലെ 13 സ്നേഹത്തെ പറ്റി പറയുന്നത് ശ്രദ്ധിച്ച്. എന്താണ് 13? സ്നേഹം ദീർഘക്ഷമയുള്ളത്, സ്നേഹം ദയവുള്ളത്, സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല, സ്നേഹം അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹം കോപിക്കുന്നില്ല, സ്നേഹം ആരോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദിക്കുന്നു, സകലം സഹിക്കുന്നു, സകലം വിശ്വസിക്കുന്നു, സകലം പ്രത്യാശിക്കുന്നു, സകലം അതിജീവിക്കുന്നു, സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇങ്ങനെ സ്നേഹത്തിൻ്റെ ഭാവങ്ങൾ ഇവിടെ ആര് പറയുകയാണ്? ഒരു പുസ്തകത്തിലെ പറയുന്നു. അപ്പോൾ ഈ സ്നേഹം ഇന്ന് ജീവിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മൾ ദൈവത്തെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ സ്നേഹത്തിൻ്റെ ഒത്തിരി ഭാവങ്ങൾ ഇവിടെ പറഞ്ഞു. ഇതെല്ലാം എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പ്രാവർത്തികമാകാൻ സാധിക്കുക? അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തി വന്ന് അറിയുമ്പോഴാണ്. ഈ സ്നേഹത്തിന്റെ വിവിധ ഭാവങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ നാളുകളും ഫലങ്ങളും നാം പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ദൈവാത്മാവ് നിറഞ്ഞവരായിട്ട് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചാൽ ഈ സ്നേഹത്തിന്റെ ഭാവങ്ങൾ നമ്മുടെ ചുറ്റുപാട് പരത്തി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റു വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ചെല്ലുന്നിടത്ത് ദൈവത്തെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് ഇന്നത്തെ ദിവസം നമുക്ക് ഉണ്ടാകട്ടെ. ഈ ദൈവം എന്ന് പറയുന്നത് കവികൾ പറയുന്നത് പോലെ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ ദുഃഖങ്ങൾ വീക്ഷിച്ച് ചിരിക്കുന്ന ഒരു ദൈവമല്ല, അല്ലെങ്കിൽ മനുഷ്യർ ഉണ്ടാക്കിയ മനുഷ്യൻ ജന്മം കൊടുത്ത ദൈവങ്ങളല്ല ദൈവം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ്. ഞാൻ ചുറ്റുപാട് ആ സ്നേഹത്തിൻ്റെ പരിമളം പരത്തി ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ദൈവത്തെയാണ് ഞാൻ മറ്റുള്ളവർക്ക് നൽകുന്നത്. അതിന് കഴിയണമെങ്കിൽ ഈശോ വാഗ്ദാനം ചെയ്ത ആ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവനായിട്ട് ഞാൻ ജീവിക്കണം. ആ പരിശുദ്ധാത്മാവ് എന്നെ നിർവീര്യമാകാത്ത വിധത്തിൽ വേണം ഞാൻ ഓരോ ദിവസവും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. അതിന് വിശുദ്ധ സംസാരം സഹായിക്കുന്നു, വിശുദ്ധ കുർബാന സഹായിക്കുന്നു, നല്ല മനസ്സാക്ഷി എനിക്കുണ്ടെങ്കിൽ അതെന്നെ സഹായിക്കുന്നു, ദൈവവചനങ്ങൾ എന്നെ സഹായിക്കുന്നു, പ്രവൃത്തികൾ എന്നെ സഹായിക്കുന്നു. ഇത്തരത്തിൽ സ്നേഹമുള്ളവരെ ജീവിതത്തിൽ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ഈ പുതുകാലത്തിൽ നാളിലെ ദൈവം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ വചനത്തെ ശ്രദ്ധാവോ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കി ദൈവത്തെ നമ്മളോട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും